പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-9 വചനങ്ങൾ. അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. 1 Corinthians chapter 2 verse 8-9. None of the rulers of this age understood it, for if they had, they would not have crucified the Lord of glory. However, as it is written, what no eyes has seen, what no ear has heard, and what no human mind has conceived, the things God has prepared for those who love Him. Amen. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഈ 2-ാം അധ്യായത്തിൽ പറയുന്നത്. തൻ്റെ ശുശ്രൂഷയിൽ അപ്പോസ്തലനായ പൗലോസ് ആരെയാണ് ഉയർത്തുന്നതെന്നും എന്തിനു വേണ്ടിയാണ് യേശു കർത്താവിനെ കുറിച്ച് പ്രസ്താവിക്കുന്നതെന്നുമൊക്കെ ഇവിടെ വിവരിച്ച് പറയുന്നു, ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ ആരും ഒരു കാര്യം അറിഞ്ഞിരുന്നില്ല. എന്താണ് അറിഞ്ഞിരുന്നില്ലാത്തത്? യേശു പിതാവായ ദൈവം യേശുവിനെ എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് അയച്ചതെന്നും എപ്പോഴേ നമുക്ക് വേണ്ടി പിതാവായ ദൈവം യേശുവിനെ ആർക്കു വേണ്ടി ഒരുക്കിയിരുന്നു എന്നും എന്തിനു വേണ്ടി ഒരുക്കിയിരുന്നുവെന്നും യേശു യഥാർത്ഥമായി ആരാണെന്നും ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് അവരത് അറിയാത്തത് കൊണ്ട് തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിച്ചു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തേജസ്സിൻ്റെ കർത്താവാണ്. മഹത്വത്തിൻ്റെ പ്രഭയും ആമേൻ സ്തോത്രം തത്വത്തിൻ്റെ മുദ്രയും തേജസ്സിൻ്റെ പ്രഭയുമായിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ ക്രൂശിക്കുവാൻ കാരണം അവർ അറിഞ്ഞിരുന്നില്ല യേശു കർത്താവ് തേജസ്സിൻ്റെ കർത്താവായിരുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ 7-ാം വചനത്തിൽ വായിക്കുന്നു, ദൈവം ലോക സൃഷ്ടിക്കു മുൻപേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അപ്പോൾ യേശു കർത്താവ് യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം അവരുടെ കണ്ണിന് മുൻപാകെ മറച്ചു വെച്ചിരുന്നു. സ്തോത്രം. എന്നാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് നാം വായിക്കുന്നു, ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി പിതാവായ ദൈവം മുൻ നിയമിച്ചതായിരുന്നു. എന്നാൽ മറഞ്ഞിരുന്ന ഒരു മർമ്മമായിരുന്നു. സ്തോത്രം. അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർക്ക് വെളിപ്പെടാതിരുന്നതുകൊണ്ട് അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയായിരുന്നു. സ്തോത്രം. എന്തുകൊണ്ടാണ് ഇതിവിടെ പറഞ്ഞത്? അടുത്ത വചനത്തിൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നെഴുതിയിരിക്കുന്നത് പോലെ തന്നെ. അപ്പോൾ ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ നാം ഏതൊക്കെ പാതകളിലൂടെയാണോ കടന്നു പോകുന്നത്, വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കേണ്ടതിനായി നമ്മെ ദൈവം കടത്തിവിടുന്ന, നമ്മെ ദൈവം നയിക്കുന്ന, ദൈവിക നിയോഗത്താൽ നാം കടന്നു പോകുന്ന ഓരോ സാഹചര്യങ്ങളും ദൈവത്താൽ മുൻ നിയമിക്കപ്പെട്ടതാണ്, ദൈവത്താൽ മുൻ നിർണയിക്കപ്പെട്ടതാണ്, ദൈവത്തിൻ്റെ പദ്ധതിക്കുൾപ്പെട്ടതാണ്. ലോക സ്ഥാപനത്തിനു മുൻപേ നമ്മെ കണ്ട കർത്താവ്, നമ്മെ തിരഞ്ഞെടുത്ത കർത്താവ് നമുക്ക് വേണ്ടി ഒരു പാത നിയമിച്ചു വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഇവിടെ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കണമെന്ന പിതാവായ ദൈവത്തിന് ഇഷ്ടം തോന്നി. 53-ാം യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ നാം അങ്ങനെയാണ് വായിക്കുന്നത്, അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അപ്പോൾ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയത് കൊണ്ട് മാത്രമാണ് പിതാവായ ദൈവം അനുവദിച്ചിട്ട് ഇവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിച്ചത്. അങ്ങനെയാണെങ്കിൽ ദൈവം അനുവദിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ നാം ചില കഷ്ടപ്പാടുകൾ,
വേദനകൾ, നിന്ദകൾ, പരിഹാസങ്ങൾ സഹിക്കുന്നു എങ്കിൽ അത് ദൈവത്താൽ മുൻനിയമിക്കപ്പെട്ടതാകയാൽ തളർന്നു പോകണ്ട, ക്ഷീണിച്ചു പോകണ്ട. സ്തോത്രം. ആമേൻ. എങ്ങനെയാണോ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത വിധം, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത വിധം, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ആമേൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് തോന്നിയിട്ടില്ലാത്ത വിധം അവൻ പിതാവായ ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ യേശുവിനെ മുൻനിയമിച്ചിരുന്നത് പോലെ, അവൻ മറച്ചു വെച്ച ഒരു മർമ്മമാക്കി ഇരുന്നത് പോലെ നമുക്ക് വേണ്ടിയും ആ ദൈവത്തെ സ്നേഹിക്കുന്ന ആമേൻ സ്തോത്രം നമുക്ക് വേണ്ടിയും കർത്താവ് ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 31-32 വചനങ്ങളിൽ നാം എങ്ങനെ വായിക്കുന്നു? ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി സകലവും നൽകാതിരിക്കുമോ? സ്തോത്രം. ഈ നാളുകളിൽ ആ ദൈവത്തെ ആഴമായി നമുക്ക് സ്നേഹിക്കാം. നിശ്ചയമായി അവൻ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തതുമായ വൻ കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. സ്തോത്രം. അവൻ വീണ്ടും നാം വായിക്കും 10-ാം വചനം, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരാരും യേശു കർത്താവിനെ ആരാണെന്നും എന്തിനു വേണ്ടിയാണ് യേശു കർത്താവ് ഭൂമിയിൽ വന്നു എന്നും അവർ അറിഞ്ഞിരുന്നില്ല എങ്കിൽ നമുക്കോ അത് ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. അതുപോലെ തന്നെ ഈ നാളുകളിൽ കർത്താവ് ഇനിയും നമ്മുടെ ജീവിതത്തിലും നാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നാം കടന്നു പോകുന്ന ഏത് സാഹചര്യങ്ങളിലും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തതുമായ കാര്യങ്ങളെ തൻ്റെ ആത്മാവിനാൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി ജയത്തോടെ നടത്തുമാറാകട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവം, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഏക സത്യനിത്യ ദൈവമായ യേശു കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഈ നാളുകളിൽ യേശു ക്രിസ്തുവിൽ കൂടി സകലവരും രക്ഷ പ്രാപിക്കുവാൻ, വിടുതൽ പ്രാപിക്കുവാൻ കർത്താവ് സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എങ്ങനെയാണോ അങ്ങ് കർത്താവെ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് വേണ്ടി ലോകസ്ഥാപനത്തിന് മുൻപേ കർത്താവെ സ്തോത്രം ഒരുക്കി വെച്ചിരുന്നത്, അതുപോലെ തന്നെ അപ്പാ ഞങ്ങളെ അങ്ങ് സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, അങ്ങയുടെ ഹിതത്തിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കി വെച്ചിട്ടുള്ള കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തതുമായ അസാധാരണമായ ദൈവിക പ്രവർത്തികളെ അങ്ങയുടെ ആത്മാവിനാൽ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുത്തി ജയത്തോടെ നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all. Have a nice day.